ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊണോട്ടോൺ സീക്വൻസുകളാണ്. മൊണോട്ടോണിക്കലി ഇൻക്രീസിംഗ് സീക്വൻസും മൊണോട്ടോണിക്കലി ഡിക്രീസിംഗ് സീക്വൻസും. ഇത്തരം സീക്വൻസുകൾ എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട മൊണോട്ടോൺ കൺവേർജൻസ് തിയറവും അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസും ആണ്. ആദ്യം മൊണോട്ടോൺ സീക്വൻസിന്റെ ഡെഫിനിഷൻ നോക്കാം. Sequence x equal to xn of real numbers is monotonically increasing or simply increasing if x1 is less than or equal to x2, less than or equal to x3, etc. അതായത് കൂടി വാല്യൂസ് പോവാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, xn is less than or equal to xn plus 1 for all n belongs to n. എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ പറയാം 1, 2, 3, etc. ഇത് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്. Any sequence is monotonically decreasing if x1 is greater than, first term ആണ് ഏറ്റവും വലുത്, x1 is greater than or equal to x2, greater than or equal to x3, etc. അല്ലെങ്കിൽ xn is greater than or equal to the next term xn plus 1 for all n belongs to n. അപ്പോഴാണ് monotonically decreasing എന്ന് പറയുക. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് 1, 1/2, 1/3, 1/4, etc. 1/n എന്ന് പറയുന്ന സീക്വൻസ്, ഈ സീക്വൻസ് monotonically ഡിക്രീസിംഗ് ആണ്. കാരണം ഇതിലെ ഫസ്റ്റ് ടേം ആണ് ഏറ്റവും വലുത്, പിന്നെ കുറഞ്ഞു പോകും. അപ്പൊ അങ്ങനെ വരുമ്പോ 1 -1 1 -1 1 -1 എക്സെട്ര ഈ സീക്വൻസ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗും അല്ല ഡിക്രീസിംഗും അല്ല, ഇറ്റ്സ് നോട്ട് മോണോട്ടോൺ. ഇനി ഇങ്ങനെയും സീക്വൻസ് ഉണ്ട്, 1 2 -1 3 1 2 3 4 എക്സെട്ര. അപ്പൊ ഈ സീക്വൻസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണ്. അപ്പൊ അതിനെ അൾട്ടിമേറ്റ്ലി മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് എന്നേ പറയുള്ളൂ. ഇറ്റ്സ് നോട്ട് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ഫ്രം ദ ബിഗിനിങ്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ്. അപ്പൊ ഇനി മോണോട്ടോൺ കൺവേർജൻസ് തിയറം, എപ്പോഴാണ് ഈ സീക്വൻസ് കൺവേർജ് ആവുക എന്നുള്ളത് നോക്കുക. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണെങ്കിൽ ഇതിന്റെ വാല്യൂസ് ഇങ്ങനെ കൂടി പോവാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഒന്നെങ്കിൽ ഇതിന്റെ വാല്യൂസ് ഇൻഫിനിറ്റിയിലോട്ട് പോവാം, ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് ബൗണ്ടഡ്, ആ കേസിൽ ഇത് കൺവേർജ് ചെയ്യും. അപ്പോൾ മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണെങ്കിൽ അതിന് ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ബൗണ്ടഡ് ബൈ എ റിയൽ നമ്പർ വരുന്ന സമയത്ത് അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ അത് കൺവേർജന്റ് ആവും. അതേപോലെ ഡിക്രീസിംഗ് ആണെങ്കിൽ അതിനൊരു ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ അത് കൺവേർജന്റ് ആവും. അപ്പൊ അതാണ് അടുത്ത തിയറം. നോക്കൂ, ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് മോണോട്ടോൺ കൺവേർജൻസ് തിയറം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ എളുപ്പമാണ്. A monotone sequence of real numbers is convergent if and only if it is bounded. അപ്പോൾ ഒരു സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് മോണോട്ടോണിക് ആണെങ്കിൽ അതിന്റെ കൂടെ ബൗണ്ടഡും ആണെങ്കിൽ എന്തായാലും കൺവേർജന്റ് ആയിരിക്കും. അതാണ് ഈ തിയറത്തിന്റെ ഔട്ട്കം. നേരെ തിരിച്ച് കൺവേർജന്റ് സീക്വൻസുകളൊക്കെ ബൗണ്ടഡ് ആണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു സൈഡ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പൊ നേരെ തിരിച്ചുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതായത് മൊണോട്ടോണിക് ആയിട്ടുള്ള ഒരു സീക്വൻസ്, അത് ഇൻക്രീസിംഗ് ആയാലും ഡിക്രീസിംഗ് ആയാലും മൊണോട്ടോണിക് ആയിട്ടുള്ള ഒരു സീക്വൻസ് ബൗണ്ടഡും കൂടി ആണെങ്കിൽ ക്ലിയർലി ഇറ്റ് ഈസ് കൺവേർജന്റ്. ആൻഡ് ഓൾസോ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, മൊണോട്ടോണിക്കലി ഇൻക്രീസിംഗ് ആണെങ്കിൽ ഇങ്ങനെ കൂടി പോവുകയാണ്, ആൻഡ് ബൗണ്ടഡ് എബോവ് ആണെങ്കിൽ അത് കൺവേർജന്റ് ആയിരിക്കും എന്ന് മാത്രമല്ല, ആ സീക്വൻസിന്റെ ലിമിറ്റേഴ്സ് ഈ കളക്ഷൻ എക്സന്റെ സുപ്രീം ആയിരിക്കും. ബൗണ്ടഡ് എബോവ് ആവുമ്പോൾ അതിന് എന്തുണ്ടാവും? സുപ്രീം ഉണ്ടാവും. അതേപോലെ ഡിക്രീസിംഗ് ആണ് സീക്വൻസ് വിചാരിക്കുക, ആൻഡ് ബൗണ്ടഡ് ബിലോ ആണെങ്കിൽ ആ സെറ്റ് ദ കളക്ഷൻ എക്സൻ, സെറ്റ് എക്സൻ ബൗണ്ടഡ് ബിലോ ആവുമ്പോൾ ഇൻഫിമം ഉണ്ടാവും. ആ ഇൻഫിമം തന്നെയായിരിക്കും ഈ സീക്വൻസിന്റെ ലിമിറ്റ്. അപ്പൊ സീക്വൻസിന്റെ ലിമിറ്റ് സെയിം as the infimum of the collection when it is bounded below, and the sequence limit is supremum when it is bounded above. അത് ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് സീക്വൻസുകളുടെ കേസിൽ മാത്രമാണ് ഇവിടെ പറയുന്നത്. നോക്കാം അതിന്റെ പ്രൂഫിലോട്ട്. അപ്പൊ ഒരു പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനില്ല. ഏത് പാർട്ടാണ്? ആദ്യം ലെറ്റ് x is equal to xn be a monotone sequence. If it is convergent, then it is bounded. നമ്മൾ ഓൾറെഡി അത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. തൽക്കാലം നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തിയറം 3.1
2-ലെ തേർഡ് തിയറം. ഇനി നമുക്ക് നേരെ തിരിച്ചു നോക്കേണ്ടത് മോണോട്ടോൺ സീക്വൻസ് ആണ്, അത് ബൗണ്ടഡും കൂടെ ആണെങ്കിൽ കൺവേർജന്റ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്യും. കോൺവേഴ്സ് കേസ് സപ്പോസ് ചെയ്യുന്നു x equal to xn as monotonically increasing. അപ്പൊ ഇൻക്രീസിംഗിന്റെ കേസ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡിക്രീസിംഗിന്റെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതുള്ളൂ. x equal to xn as monotonically increasing if it is bounded. അപ്പൊ ആ കേസ് നമ്മൾ നോക്കുന്നത് ബൗണ്ടഡ് ആണെങ്കിൽ the set xn as a sequential terms are set as bounded above. So by supremum property of R, there is a supremum. ഒരു supremum ഉണ്ട്. So let m is equal to supremum of xn where n belongs to n. നമ്മൾ ആ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഈ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണെങ്കിൽ ആകെ ഇത് മാത്രം എഴുതിയാലും മതിയാവും. അപ്പൊ ഇത് ഈ പ്രൂഫിന്റെ അകത്ത് വരുന്ന ആ ഒരു രീതി കൂടി ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സുപ്രീമം ഓഫ് എക്സ് എന്നെ ആയിട്ട് ഏതായിട്ട് എടുക്കാൻ പോവാണ്, ലിമിറ്റ് എന്ന് പറയാൻ പോവാണ്. അപ്പൊ സുപ്രീം ഉണ്ട്, ആ സുപ്രീമത്തിനെ ഞാൻ ഏതെന്ന് എടുക്കാണ്, എം എന്ന് എടുക്കാണ്. Then for epsilon greater than 0, m minus epsilon is not an upper bound of set xn. അപ്പൊ m minus epsilon എന്താവാൻ പറ്റില്ല, അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. ഏത് സെറ്റിന്? xn എന്ന് പറഞ്ഞ സെറ്റിന്. അപ്പൊ xn എന്ന് പറഞ്ഞ സെറ്റ് ഇവിടെ ഉണ്ട്, x1 x2 ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇത് ബൗണ്ടഡ് എബോവ് ആണ്, ബൗണ്ടഡ് എബോവ് ആണ്. അതിന്റെ സുപ്രീമത്തിന് ഞാൻ ഏത് പേര് വിളിച്ചു? എം എന്ന് വിളിച്ചു. അപ്പൊ എം മൈനസ് എപ്സിലോൺ ഏത് ആവാൻ പറ്റില്ല, അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. എം മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഒരു ടേം ഉണ്ടാവും വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഏത്? എം മൈനസ് എപ്സിലോൺ. സോ there exists xk for some k belongs to n such that m minus epsilon is less than xk. അപ്പൊ അങ്ങനെ ഒരു xk ഇതിന്റെ അകത്തുണ്ടാവും. പക്ഷെ ഇത് ഇൻക്രീസിംഗ് സീക്വൻസ് ആണ്. അപ്പൊ ബാക്കിയുള്ള ടേംസ് ഒക്കെയും ഈ സീക്വൻസിൽ xk-നേക്കാൾ വലുതാണ്. അപ്പൊ അതിനകത്ത് ഈ സീക്വൻസിലെ xk-നേക്കാൾ അപ്പുറത്തുള്ള ബാക്കിയുള്ള ടേംസ് ഒക്കെയും എം മൈനസ് എപ്സിലോണിനേക്കാൾ വലുതായിരിക്കണം. ഒരാൾ മാത്രമല്ല, കുറെ പേര് ഈ എം മൈനസ് എപ്സിലോണിനേക്കാൾ വലുതായിട്ടുള്ളതുണ്ട്. Since xn is increasing, we get m minus epsilon is less than xk and less than or equal to xn for all n greater than or equal to k. ഏതാക്ക xk-നേക്കാൾ വലുതാണ് xk plus 1, xk-നേക്കാൾ വലുതാണ് xk plus 2, xk-നേക്കാൾ വലുതാണ് xk plus 3. ഇവരൊക്കെ നേക്കാൾ വലുതാണ്, xk-നേക്കാൾ വലുതാണ്. Since the sequence is increasing, therefore we get m minus epsilon is less than xn for all n greater than or equal to k. നമുക്കൊരു കണ്ടീഷൻ കിട്ടി. നമുക്കിവിടെ വേണ്ടത് ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ഏതാണെന്നാണ്, എം ആണെന്നാണ്. അപ്പോൾ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്കൊരു നാച്ചുറൽ നമ്പർ k കിട്ടണം. അതിവിടെ കിട്ടിയിട്ടുണ്ട്. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? മോഡുലസ് ഓഫ് xn മൈനസ് m ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k. അപ്പോൾ അതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു സൈഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, m മൈനസ് എപ്സിലോൺ ഇസ് ലെസ് ദാൻ xn ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് പർട്ടിക്കുലർ k എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നോക്കൂ, നമുക്ക് റൈറ്റ് സൈഡിൽ ലെസ് ദാൻ m പ്ലസ് എപ്സിലോണും കൂടെ കിട്ടിയാൽ മതി. സിൻസ് m is equal to supremum of xn, m supreme ആണ്,
എം സുപ്രീം ആണെങ്കിൽ അതിന്റെ അപ്പർ ബൗണ്ടും ആണ്. അപ്പർ ബൗണ്ട് ആണെങ്കിൽ ആ സീക്വൻസിലെ എല്ലാ ടേംസും അല്ലെങ്കിൽ ആ സെറ്റിലെ എല്ലാ ടേംസും എമ്മിനേക്കാൾ ചെറുതോ ഈക്വലോ ആയിരിക്കണം. Therefore, xn is less than or equal to m for all n belongs to it. അങ്ങനെ വരുമ്പോ xn is less than m plus epsilon for all n belongs to it. ചെറിയ നമ്പർ റൈറ്റ് സൈഡിൽ ആഡ് ചെയ്തു. നമ്പർ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഇനീക്വാലിറ്റി സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്നുള്ളതായി മാറും. ഇത് എല്ലാ എന്നിനും ട്രൂ ആണ്. നമുക്ക് വേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ. സോ xn is less than m plus epsilon for all n greater than or equal to k. എല്ലാ എന്നിനും ട്രൂ ആണെങ്കിൽ k നേക്കാൾ വലിയ നാച്ചുറൽ നമ്പേഴ്സിനും ട്രൂ ആയിരിക്കും. അപ്പൊ ഇതിനെ 2 എന്ന് വിളിക്കാം. So from 1 and 2 നമുക്ക് കിട്ടുന്ന ഇതാണ് m minus epsilon is less than xn is less than m plus epsilon for all n greater than or equal to k. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. മോഡുലസ് ഓഫ് xn minus m is less than epsilon for all n greater than or equal to k. So ഇപ്പോ കിട്ടി for epsilon greater than 0 there is a natural number k belongs to n such that modulus of xn minus epsilon modulus of xn minus m is less than epsilon for all n greater than or equal to k. Therefore, limit of xn is equal to m. That means the sequence m xn is convergent and the limit is m. What is m? M is the supremum of the set xn. ഇതേപോലെ monotonically decreasing ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയും ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ x equal to xn monotonically decreasing ആണെടുക്കാം. And bounded below ആവുന്ന സമയത്ത് set xn ഒരു ഇൻഫിം ഉണ്ടാവും. ആ ഇൻഫിമത്തിനെ നമുക്ക് ഒരു m എന്ന് വിളിക്കാം, സ്മോൾ m. അങ്ങനെ വരുമ്പോ for epsilon greater than 0 ഇവിടെ പറഞ്ഞ m minus epsilon പകരം ഇൻഫിമം അല്ലേ m. ഇൻഫിമം m ആണെങ്കിൽ m plus epsilon എന്താവില്ല, ലോവർ ബൗണ്ട് ആവില്ല. m plus epsilon ലോവർ ബൗണ്ട് ആവില്ലെങ്കിൽ ഈ സീക്വൻസിൽ ഒരു ടേം xk ഉണ്ടാവും. അത് ആരെക്കാൾ ചെറുതാവും, m plus epsilonേക്കാൾ ചെറുതാവും. സീക്വൻസ് ഡിക്രീസിംഗ് ആണ്. ഡിക്രീസിംഗ് ആകുമ്പോൾ എല്ലാ ടേംസും ഇവിടെ ഇങ്ങോട്ട്, അതായത് ഡിക്രീസിംഗ് ആകുമ്പോൾ xk-നേക്കാൾ അതിന്റെ അപ്പുറത്തുള്ള എല്ലാ ടേംസും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ എന്ത് for all n greater than or equal to k. That is xn is less than m plus epsilon for all n greater than or equal to k. ഒരു പാർട്ടായി. രണ്ടാമത്തത് സ്മോൾ m ഇൻഫിം ആണെങ്കിൽ xnകളൊക്കെയും ഈ സ്മോൾ എമ്മിനേക്കാൾ വലുതോ ഈക്വൽ ആയിരിക്കും. സോ m minus epsilon-നേക്കാൾ വലുതായിരിക്കും സ്ട്രിക്ട്ലി. സോ m minus epsilon less than xn less than m plus epsilon എന്ന് വരും. That is true for all n greater than or equal to k എന്ന് വന്നു. ഈ കണ്ടീഷനോട് കൊണ്ടുപോകും. അപ്പോൾ ആ സെക്കൻഡ് പാർട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക. പ്രൂഫ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഇൻഫിമം സുപ്രീമം പ്രോപ്പർട്ടീസ് അറിയാവുന്ന ഏതൊരാൾക്കും ഈ പ്രൂഫ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ മെയിൻ ആയിട്ടുള്ള കാര്യം monotonically increasing and bounded above ആണെങ്കിൽ convergent, monotonically decreasing and bounded below ആണെങ്കിൽ convergent. നമ്മൾ ആ തിയറത്തിന്റെ റിസൾട്ട് ഒന്നുകൂടെ നോക്കാം. xn monotonic increasing and bounded above അല്ലെങ്കിൽ monotone and bounded implies convergent. So if and only if one. So monotone sequence ആണ്, അത് ബൗണ്ടഡ് ആണെങ്കിൽ കൺവേർജന്റ് ആയിരിക്കും. കൺവേർജന്റ് ആയിട്ടുള്ള എല്ലാ സീക്വൻസുകളും ഏതാണ്, ബൗണ്ടഡ് ആണ്. അപ്പൊ ഇതിന്റെ കോൺട്രാ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ സീക്വൻസ് അൺബൗണ്ടഡ് ആണെങ്കിൽ ഡൈവേർജന്റ് ആയിരിക്കും നമുക്ക് പറയാം. അത് അല്ലാതെയും ട്രൂ ആണ്. ഏത് സീക്വൻസും അൺബൗണ്ടഡ് ആണെങ്കിൽ ഡൈവേർജന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ സപ്പോസ് മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണ്. അപ്പൊ ഞാൻ കൂടി 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 പോവാണ്. ആൻഡ് അൺബൗണ്ടഡ് ആണെങ്കിൽ നോക്കാനില്ല, ദാറ്റ് എംപ്ലൈസ് ഡൈവേർജന്റ് എന്ന് മാത്രമല്ല ഓൾസോ ലിമിറ്റ് ഓഫ് xn ആ കേസിൽ ഇൻഫിനിറ്റി ആയി കൂടി 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 എങ്ങോട്ട് പോവാണ്, ഇൻഫിനിറ്റിയിലോട്ട് പോവാണ്. ഇതേപോലെ മോണോട്ടോണിക് ഡിക്രീസിംഗ് ആണ് വിചാരിക്കും, കുറഞ്ഞു 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 പോവാ, അത് നെഗറ്റീവിലോട്ട് പോവാം. ആൻഡ് അൺബൗണ്ടഡ്
അപ്പോഴും ഡൈവേർജന്റ് ആണ്. ആ കേസിൽ എന്തായിരിക്കും ലിമിറ്റ്? ഓൾസോ ലിമിറ്റ് ഓഫ് എക്സ് എൻ ആ കേസിൽ കുറഞ്ഞ് നെഗറ്റീവിലോട്ടും പോവാം, അൺബൗണ്ടഡും ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ ആ കേസിൽ ലിമിറ്റ് ഇസ് മൈനസ് ഇൻഫിനിറ്റി. സോ മോണോട്ടോണിക് ഇൻക്രീസിംഗ് ബൗണ്ടഡ് അബവ് ആണെങ്കിൽ കൺവേർജന്റ്, മോണോട്ടോണിക് ഇൻക്രീസിംഗ് അൺബൗണ്ടഡ് സോ ഡൈവേർജന്റ് ആൻഡ് ലിമിറ്റ് ഇസ് ഇൻഫിനിറ്റി. Monotonic decreasing bounded below so convergent, monotonic decreasing and unbounded so limit is minus infinity, sequence is divergent. ഇനി നമ്മൾ ഓരോരോ പ്രോബ്ലംസ് ആയിട്ട് നോക്കുകയാണ്. ഈ കാര്യങ്ങൾ തന്നെയാണ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നോക്കാം ആദ്യത്തെ പ്രോബ്ലം. പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് xn is equal to 1 plus 1 by 1 factorial plus 1 by 2 factorial plus etc. 1 by n factorial is convergent. അപ്പോൾ ഇതിലെ ടേംസ് വരുമ്പോൾ ആദ്യത്തെ ടേം 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ ദാറ്റ് ഇസ് 2 ആണ് ഫസ്റ്റ് ടേം വരിക. ആൻഡ് സെക്കൻഡ് ടേം ഇസ് 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ എന്നാ വരിക. 2 പ്ലസ് 1 ബൈ 2, 2 പ്ലസ് 1 ബൈ 2 ഇസ് 5 ബൈ 2. അപ്പോൾ ഇങ്ങനെയാണ് ആ ടേംസ് പോകുന്നത്. ഇത് ഈ സീക്വൻസ് കൺവേർജന്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ദിസ് സീക്വൻസ് ഇസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെന്ന് പറയുന്നത്. കാരണം ഓരോ ടേം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ടേം ആഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ എക്സ് എൻ എന്ന് പറയുന്നത് 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പ്ലസ് 1 ബൈ n ഫാക്ടോറിയലാണ് എക്സ് എൻ. ആൻഡ് എക്സ് എൻ പ്ലസ് 1 is 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇങ്ങനെ പോയിട്ട് 1 ബൈ n ഫാക്ടോറിയലും കഴിഞ്ഞിട്ട് ഒരു ടേമും കൂടെ വരും, ദാറ്റ് ഇസ് 1 ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ. സോ എക്സ് എൻ പ്ലസ് 1 is greater than xn. Therefore, xn is monotonic increasing. മോണോട്ടോണിക് ഇൻക്രീസിംഗ് ആണെങ്കിൽ ഇനി ഇത് കൺവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞാൽ മതി, ദാറ്റ് ഈസ് ബൗണ്ടഡ്. ബൗണ്ടഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഈ എക്സ് എൻ എടുക്കുകയാണ്. സോ എക്സ് എൻ ഇസ് ഈക്വൽ ടു 1 പ്ലസ് 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് 1 ബൈ 2 ഫാക്ടോറിയൽ എക്സെട്ര പ്ലസ് 1 ബൈ n ഫാക്ടോറിയൽ എന്ന് എടുക്കുകയാണ്. ഇതിന് ഞാനിവിടെ ചെയ്യുന്നത് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 plus 1 by 1 factorial plus 1 by 2 plus 1 by 2 square plus etc. plus 1 by 2 raised to n minus 1 എന്ന് എഴുതാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n ആണ്. അപ്പോൾ അതിൽ റൈറ്റ് സൈഡിലുള്ള 1നെ 1 എന്ന് വയ്ക്കുന്നു, 2നെ 2 എന്ന് വയ്ക്കുന്നു, 3 തൊട്ട് അങ്ങോട്ട് ഞാൻ വീണ്ടും 2 എന്ന് എഴുതുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡ് ചെറുതായി, ലെഫ്റ്റ് സൈഡ് വലുതായി. എല്ലാത്തിനും ഞാൻ 2 എന്ന് എഴുതുന്നു, എക്സെട്ര ലാസ്റ്റ് എന്നിനെയും മാറ്റി 2 എന്ന് എഴുതുന്നു. സോ ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 റേസ് ടു എല്ലാത്തിനും ഞാൻ 2 എന്ന് എഴുതി, ആദ്യത്തെ 1ന് ഒഴികെ. സോ 2 റേസ് ടു n മൈനസ് 1. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1 ബൈ n ഫാക്ടോറിയൽ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ 2 റേസ് ടു n മൈനസ് 1. അപ്പോൾ ഇവിടെ ഉള്ള 1 ബൈ n ഫാക്ടോറിയലിനെ ഞാൻ മാറ്റിയിട്ട് 1 ബൈ 2 റേസ് ടു n മൈനസ് 1 എന്ന് എഴുതുകയാണ്. അപ്പോൾ ഓരോ ടേമിലും ഞാൻ അതേ കാര്യം ചെയ്യുകയാണ്. Therefore, xn is less than or equal to 1 plus 1 by 2 factorial plus 1 by 2 ആവും ആദ്യത്തെ 1 by 2 factorial എന്നുള്ളത് റീപ്ലേസ് ചെയ്യുന്നു. ഇനീക്വാലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. സോ റൈറ്റ് സൈഡ് ഇപ്പോൾ ജോമെട്രി പ്രോഗ്രഷൻ ആണ്. സോ 1 പ്ലസ് ബാക്കിയുള്ള ടേം ടോട്ടൽ n ടേംസ് ഉണ്ടാവും. ഇത്രയും ടേംസ് എന്ന് പറഞ്ഞാൽ n ടേംസ് ആണ്. ജോമെട്രി പ്രോഗ്രഷൻ ആണ്. ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ റേഷ്യോ ഇസ് 1 by 2. So sum of n terms of geometry progression are a into 1 minus 1 by 2 the all raised to n divided by 1 minus 1 by 2 എന്ന് വരും. So that is less than or equal to 1 plus simplify ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ 1 minus 1 by 2 എന്നുള്ള 1 by 2 ആയി. മുകളിലോട്ട് വരുമ്പോൾ 2 into 1 minus 1 by 2 raised to n എന്ന് വരും. അപ്പോൾ ഇതിൽ this is true for all n.
അപ്പോൾ ഇതിൽ as n tends to infinity 1/2 the all raised to n എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് tends to 0 ആണ്. So this is clearly less than or equal to 1 plus ബാക്കി വരുന്നത് 2 എന്നാണ്. Therefore നമുക്ക് പറയാം xn is bounded. Therefore അത് മാത്രമല്ല നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് xn is less than or equal to 3 എന്നാണ്. And also x1 is 2. x1ന്റെ വാല്യൂ 2 ആണ്. നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് x1ന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ ഇത് ഇൻക്രീസിങ് സീക്വൻസ് ആണ്. x1 is 2 since sequence is increasing, we get എല്ലാ ടേംസും ഈ 2വിനേക്കാൾ വലുതോ ഈക്വൽ ആയിരിക്കും. 2 less than or equal to xn. അപ്പോൾ ഇത് 1 and 2. So from 1 and 2 we get 2 is less than or equal to xn is less than or equal to 3 for all n belongs to n. This is true for all n belongs to n. Therefore ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ ലിമിറ്റും ഇതിൻ്റെ ഇടയിൽ തന്നെ വരും. Therefore 2 less than or equal to limit of xn less than or equal to 3. നമുക്കറിയാം ഈ സീക്വൻസിൻ്റെ ലിമിറ്റ് ദാറ്റ് ഈസ് ഇ ആണ്. ഓയിലർ നമ്പർ ലിമിറ്റ് ഓഫ് xn എന്ന് പറയുന്നത് ശരിക്കും 1 + 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര പോകുന്ന ആ സീരീസിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് ഈ ഓയിലർ നമ്പർ എന്ന് വിളിക്കും. ആൻഡ് ദാറ്റ്സ് എൻ ഇറാഷണൽ നമ്പർ. അതിൻ്റെ വാല്യൂ ഇസ് approximately 2.718 etc. അടുത്ത പ്രോബ്ലം നോക്കൂ. an is equal to root of n plus 1 minus root n. അപ്പോൾ ഇവിടെ ഈ an ആ റൂട്ട് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. an is root of n plus 1 minus root n. കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. സോ റൂട്ട് ഓഫ് n plus 1 plus root n വെച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ന്യൂമറേറ്ററിൽ n plus 1 minus n ആവുന്നത് 1. സോ 1/root of n plus 1 plus root n വരും. ഇതാണ് an. Now an plus 1 is 1/root of n plus 2 plus root of n plus 1 വരും. ഇനി an-ഉം an plus 1 നോക്കിയാൽ അല്ല, രണ്ടിലെയും ടേംസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്നു. root of n plus 2 is clearly greater than root n. So root of n plus 2 plus root of n plus 1, ഇതാണ് നമ്മളെ an plus 1 ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ root of n plus 1 plus root n. അതായത് രണ്ട് സൈഡിൽ ഞാൻ ഏത് ആഡ് ചെയ്തു? root of n plus 1 ആഡ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് root of n plus 2 plus root of n plus 1 is less than root of n plus 1 plus root n. So an plus 1 is less than an. An plus 1 is less than an means sequence an is decreasing. Decreasing ആണ്. ഇനി ബൗണ്ടഡ് ബിലോ എന്നും കൂടെ പറയാൻ പറ്റിയാൽ നമുക്കിത് കൺവേർജന്റ് എന്ന് പറയാം. പക്ഷെ an എന്ന് പറയുന്നത് 1/root of n plus 1 plus root n അല്ലേ? അത് ക്ലിയർലി റൂട്ടുകളായതുകൊണ്ട് പോസിറ്റീവ് ആണ്. സോ ദിസ് ഇസ് ക്ലിയർലി ഗ്രേറ്റർ ദാൻ 0. Therefore an sequence an is bounded below. So by monotone convergence theorem, sequence an is convergent.
കൺവേർജൻ്റ് ആണെന്നല്ല കിട്ടി. ഇനി നമുക്കിവിടെ വേണ്ടത് ലിമിറ്റ് കാണലാണ്. പക്ഷേ ഇവിടെ ലിമിറ്റ് കാണാൻ വേണ്ടിയിട്ട് an is 1/√n+1 plus root n ആണ്. സോ ലിമിറ്റ് ഓഫ് an is ലിമിറ്റ് n tends to infinity. ഈ പറഞ്ഞ 1/√n+1 plus root n ആണ്. സോ as n tends to infinity, denominator tends to infinity വരും. സോ 1/∞ വാല്യൂ ഏത് വരണം? 0 എന്ന് വരണം. അപ്പം അതിൻ്റെ അകത്ത് നമ്മളിതിന് മുന്നേയും പഠിച്ചിരിക്കുന്ന ലിമിറ്റിൻ്റെ തിയറംസ് ഒക്കെയും ലിമിറ്റിൻ്റെ മെത്തേഡുകളൊക്കെയും അപ്ലൈ ചെയ്യാൻ അതിൽ പ്രശ്നമില്ല. മൊണോട്ടോൺ കൺവെർജൻസ് തിയറം ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ഇവിടെ തീരുന്നില്ല. നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത മൊണോട്ടോൺ കൺവെർജൻസ് തിയറം സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും അതുപോലെ പ്രോബ്ലം 1ൽ ഡിസ്കസ് ചെയ്ത ഈയുടെ എക്സ്പാൻഷൻ സീരീസ് എക്സ്പാൻഷൻ്റെ പ്രോബ്ലവും കൺവേർജൻസും ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്.